പാലാ നഗരസഭാ ചെയർപേഴ്സന്റെ ചേംബറിൽ നിന്നും കൗൺസിലർ ഫയലും വാച്ചും മോഷ്ടിച്ചതായി ആരോപണം. ചെയർപേഴ്സൺ പാലാ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു. അതേസമയം ഫയലും വാച്ചും മോഷ്ടിച്ചതായുള്ള ആരോപണം കോൺഗ്രസ് കൗൺസിലർ ബിജു മാത്യൂസ് നിഷേധിച്ചു. കൊട്ടാരമറ്റത്തെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ ബിജു മാത്യൂസിനെ കൗൺസിലറും ചെയർപേഴ്സന്റെ പിതാവുമായ ബിനു പുളിക്കക്കണ്ടം മർദ്ദിച്ചതായുള്ള ആരോപണങ്ങളുടെ തുടർച്ചയായാണ് പുതിയ വിവാദം വന്നിരിക്കുന്നത്. പാലാ നഗരസഭ ചെയർപേഴ്സന്റെ ചേംബറിലെ മേശയിൽ വെച്ചിരുന്ന വിലപിടിപ്പുള്ള വാച്ചും വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ഫയലും നഷ്ടപ്പെട്ടതായാണ് പരാതി. താൻ 3 മണിയോടെ വീട്ടിൽ പോയ ശേഷം നഗരസഭാ കൗൺസിലർ ബിജു മാത്യൂസും 3 പോലീസുകാരും എത്തി ചെയർപേഴ്സന്റെ ചേംബറിൽ അനുവാദമില്ലാതെ കയറിയെന്നും ഇതേ തുടർന്ന് വാച്ചും ഫയലും കാണാതായെന്നും പരാതിയിൽ പറയുന്നു. വിവരമറിഞ്ഞ് താൻ വന്നപ്പോൾ ബിജു മാത്യൂസ് സെക്രട്ടറിയുടെ ഓഫീസിന് മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നുവെന്നും ബിജുവിൻ്റെ കയ്യിൽ ഒരു ഫയൽ ഉണ്ടായിരുന്നതായും ദിയ പറയുന്നു. സമയം 5:15 എന്ന് പറയുമ്പോൾ ഓഫീസ് ടൈം കഴിഞ്ഞ് സെക്രട്ടറിയുടെയോ ചെയർപേഴ്സൻ്റെയോ അനുവാദം കൂടാതെ ഒരു ലെറ്റർ പോലും തരാണ്ട് ഇവിടെ ഇല്ലീഗലായിട്ട് വന്ന് അതിക്രമിച്ച് കയറിയതിൻ്റെ ഒരു പരാതി, അതോടൊപ്പം തന്നെ പാലാ മുനിസിപ്പാലിറ്റിയുടെ സുപ്രധാനമായിട്ടുള്ള ഒരു ഫയലും നഷ്ടപ്പെട്ടു എന്ന് കാണിച്ചാണ് പാലാ നഗരസഭയുടെ സെക്രട്ടറിയാണ് ഒഫീഷ്യൽ കംപ്ലൈൻറ്റ് ഇപ്പോൾ ഫോർവേഡ് ചെയ്തിരിക്കുന്നത്. അതേസമയം തനിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കോൺഗ്രസ് കൗൺസിലർ ബിജു മാത്യൂസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം തനിക്ക് നേരെയുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട കേസിൽ മഹസർ തയ്യാറാക്കാനായാണ് പോലീസ് എത്തിയത്. പോലീസ് തന്നെയാണ് ചെയർപേഴ്സന്റെ ചേംബർ തുറപ്പിച്ചതെന്നും താനോ പോലീസ് ഉദ്യോഗസ്ഥരോ ഒരു ഫയലും എടുത്തിട്ടില്ല എന്നും ബിജു കൂട്ടിച്ചേർത്തു. മഹസർ എഴുതാൻ വേണ്ടിയിട്ട് ഈ താഴത്തെ നിരയിൽ നിന്ന് എന്നെ വിളിച്ചു. ഞാൻ അദ്ദേഹത്തിനൊപ്പം പോയി. ആ പിറകിലുള്ള ഒരു സീറ്റിൽ ഇരുന്നുകൊണ്ട് അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തു, ഇറങ്ങിപ്പോരുകയായിരുന്നു. പിന്നെ എൻ്റെ ഈ കയ്യിലിരിക്കുന്ന ഫോണിൽ ഞാൻ അവിടെ നിന്ന് ചെയ്ത കാര്യങ്ങളെല്ലാം ദൃശ്യങ്ങളുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തെ നേരിടുന്നത് കൊണ്ട് തന്നെ ഞാൻ ഫോണിൽ ഇത് വീഡിയോ ഓൺ ചെയ്ത് എൻ്റെ ഈ പോക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് ഞാൻ അവിടെ ഇരുന്നത്. ഭരണസമിതിയിൽ UDF-നൊപ്പം ചേർന്നാണ് സ്വതന്ത്ര മുന്നണി പ്രവർത്തിക്കുന്നതെന്നും എന്നാൽ ഈ കൂട്ടായ്മയെ തകർക്കാൻ ശ്രമിക്കുന്ന ഏക വ്യക്തിയാണ് ബിജു മാത്യൂസ് എന്നും കൗൺസിലറും ചെയർപേഴ്സന്റെ പിതാവുമായ ബിനു പുളിക്കക്കണ്ടം പറഞ്ഞു. ഞങ്ങളുടെ ഉന്നത നേതൃത്വം ഇടപെട്ട് ഒരു വ്യവസ്ഥയുണ്ടാക്കി ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് 6 മാസങ്ങൾക്ക് മുമ്പ് ചെയർപേഴ്സൺ സ്ഥാനമേൽക്കുന്നത്. എന്നാൽ അന്ന് ഇത് ചർച്ച തുടങ്ങുമ്പോൾ മുതൽ ഈ പ്രശ്നങ്ങൾ ഈ രീതിയിൽ സുഗമമായി മുമ്പോട്ട് പോകരുത്, അല്ലെങ്കിൽ മറ്റു ചിലരിലേക്ക് അധികാരം എത്തണം, പ്രതിപക്ഷത്തുള്ളവരിലേക്ക് എത്തണമെന്ന രാഷ്ട്രീയ അജണ്ടയോടുകൂടി പ്രവർത്തിച്ചിരുന്ന ഒരേ ഒരാൾ മാത്രമാണ് ഈ പ്രശ്നത്തിനെല്ലാത്തിനും കാരണം. പാലാ കൊട്ടാരമരത്തെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിന്റെ പേരിൽ ബിജു മാത്യൂസിനെ ബിനു പുളിക്കക്കണ്ടം മർദ്ദിച്ചതായി പോലീസിൽ പരാതി നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള UDF സ്വതന്ത്ര മുന്നണി ധാരണ പ്രകാരം നിലവിലെ വൈസ് ചെയർപേഴ്സൺ മായ രാഹുൽ ഈ മാസം 26-ന് രാജിവെക്കേണ്ടതാണ്. ഈ ഒഴിവിലേക്ക് സ്വതന്ത്ര മുന്നണി കൗൺസിലറായ ബിനു പുളിക്കക്കണ്ടത്തെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിനിടെയാണ് ഫയൽ മോഷണ വിവാദം ഉയർന്നിരിക്കുന്നത്. അമൃത ന്യൂസ്, കോട്ടയം.